അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിൻ്റെ ശരിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ആവശ്യം ഉന്നയിച്ച WCC വിദ്യാസമ്പന്നരായിട്ടുള്ള അതുപോലെ വ്യക്തിത്വമുള്ള സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് WCCക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ WCCയുമായിട്ട് ആദ്യം ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മിനിസ്റ്റർ, ഇന്നലെ നിയമമന്ത്രി P. രാജീവ് പറഞ്ഞത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് ശുപാർശകളൊന്നും പറയുന്നില്ല, നിർദ്ദേശങ്ങളൊന്നും പറയുന്നില്ല, ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടേ ഉള്ളൂ. അതായത് ഈ പറയുന്ന ആളുകളുടെയൊക്കെ മൊഴിയെടുത്തൊരു റിപ്പോർട്ട് മാത്രമാണ്, അതിലൊരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സർക്കാരിന് മുന്നോട്ട് പോകാനാവുക എന്നാണ്? കൂടുതൽ വിശദമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ്. എന്തൊക്കെയാണ് ഇനി ഈ അസമത്വങ്ങളും വിവേചനങ്ങളും വലിയ കടന്നാക്രമണങ്ങളും ഒക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ബന്ധപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ പ്രതിനിധികളോട് കൂടി ചർച്ച ചെയ്ത് അത് കോൺക്രീറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണ് ശരി. ഇതിപ്പോൾ എത്രയോ വർഷങ്ങളിലൂടെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ പ്രശസ്ത താരങ്ങളായിരുന്നവരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പെട്ടെന്നുണ്ടായൊരു കാര്യമല്ല, അത് ഇങ്ങനെ വളരെ സമയമെടുത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് വിശദമായ ചർച്ച WCCയുമായിട്ട് അതുപോലെ ഈ മൊഴി നൽകിയ വ്യക്തികളുമായിട്ടും ഒക്കെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയതിന് ശേഷം സർക്കാർ അതിൻ്റെ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും പോകുകയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ ഇപ്പോൾ ഒരു ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുകയാണ്. ഒരു മന്ത്രിയുടെ പ്രതികരണം എന്താണ്? അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കണം. തീർച്ചയായും ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരോട് തന്നെ നേരിട്ട് സംസാരിച്ച് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ചില മാധ്യമങ്ങളുടെ അവർ വെളിപ്പെടുത്തി എന്ന് പറയുന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കട്ടെ, അതിനുശേഷം അതിനെക്കുറിച്ച് ഇത് സർക്കാരിന് പോലീസ് എൻക്വയറി അത്തരം കാര്യങ്ങളിലല്ലേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. അതെ, അത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും എടുക്കുന്ന നടപടികൾ എന്നുള്ളതിനെ കുറിച്ച് അന്തിമമായിട്ടൊന്നും പറയാനായിട്ടില്ലല്ലോ. ഇന്നലെ രാവിലെ പറഞ്ഞത് അങ്ങനെ ഒരു ബൈറ്റിന്റെ പേരിൽ അങ്ങനെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ സർക്കാരിന്? അതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇതിപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷമാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നത് ഉചിതമാകുമെന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് ആധികാരികമായിട്ട് പറയാൻ കഴിയൂ. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ളൊരു അഭിപ്രായം പറയേണ്ടത് സാംസ്കാരിക വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെയാണ്. മിനിസ്റ്റർ, ഇന്നലെ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞൊരു കാര്യം, ലൈംഗികാതിക്രമം അല്ല മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രതിഫല സമയത്ത് കിട്ടാത്തതെന്നാണ്. അത്തരമൊരു അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ കാണുന്നു? അങ്ങനെ പലരും പലതും ഉപരിപ്ലവമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ വളരെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നതിനും ഞങ്ങൾ പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലിംഗപരമായ ഏത് വിവേചനവും ലൈംഗികമായ അതിക്രമങ്ങൾ ഉൾപ്പെടെ അത് നിലനിൽക്കാൻ പാടില്ല, അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലപാടുള്ള ഒരാളാണ് ഞാൻ. ഒരു വനിത എന്ന നിലയ്ക്ക് ഈ നടിയുടെ ആരോപണത്തെ നിരസിക്കുന്നുണ്ടോ, അവിശ്വസിക്കുന്നുണ്ടോ? വനിത എന്ന നിലയ്ക്കുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? വനിത എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലായില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല. റിപ്പോർട്ട് നിലവിൽ വന്ന ശേഷം, അതിൽ പുറത്തു വന്ന ശേഷം സിനിമ മേഖല അത്യാവശ്യം വിജിലന്റ് ആയി എന്നൊരു